സ്ട്രെസ് മാനേജ്മെൻറ്റ് സീരീസിൻ്റെ പുതിയൊരു അധ്യായത്തിലേക്ക് എല്ലാ മാന്യ പ്രേക്ഷകർക്കും ഹാർദവമായ സ്വാഗതം. കാഴ്ചകളല്ല, കാഴ്ചപ്പാടുകളാണ് നമുക്ക് മാറ്റേണ്ടത്. കാഴ്ചകൾ നമുക്ക് മാറ്റാൻ സാധിക്കില്ല, എന്നാൽ കാഴ്ചപ്പാടുകൾ തീർച്ചയായും നമുക്ക് മാറ്റാൻ സാധിക്കും. നമ്മുടെ സ്ട്രെസ് നമ്മുടെ കാഴ്ചപ്പാടിൽ അഥവാ ആറ്റിറ്റ്യൂഡിൽ എന്തെല്ലാം പ്രഭാവങ്ങളാണ് ഉണ്ടാക്കുന്നത് എന്നതിനെക്കുറിച്ചാണ് ഈ എപ്പിസോഡിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. ഈ ചർച്ചയിൽ എന്നത്തെയും പോലെ നമ്മുടെ കൈപിടിച്ച് നടത്താൻ ഷീബ സിസ്റ്റർ നമ്മോടൊപ്പം തന്നെയുണ്ട്. സിസ്റ്റർ, നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്നേഹപൂർവ്വം സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. ഓം ശാന്തി. ഓം ശാന്തി. സിസ്റ്റർ, നമ്മൾ കഴിഞ്ഞ കുറച്ച് എപ്പിസോഡുകളിലായിട്ട് വളരെ മനോഹരമായ ഈ യാത്രയിൽ മനസ്സിനെ എങ്ങനെ സമ്മർദ്ദം അല്ലെങ്കിൽ സ്ട്രെസ്സ് എഫക്റ്റ് ചെയ്യുന്നു, അതേപോലെ നമ്മുടെ ശരീരത്തിനെ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, നമ്മുടെ ബന്ധങ്ങളിൽ എങ്ങനെ എഫക്റ്റ് ചെയ്യുന്നു, ഇങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നമ്മൾ കണ്ടിരുന്നു. ഇന്ന് എനിക്ക് സത്യം പറഞ്ഞാൽ അറിയേണ്ട ഒരു കാര്യം, ഈ സ്ട്രെസ്സ് തീർച്ചയായും നമ്മുടെ ആറ്റിറ്റ്യൂഡിൽ അഥവാ കാഴ്ചപ്പാടിൽ മാറ്റങ്ങൾ വരുത്തുന്നുണ്ട്. തീർച്ചയായും അതും നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. ഏതൊക്കെ തരത്തിലാണ് നമ്മുടെ കാഴ്ചപ്പാടുകളിൽ സ്ട്രെസ്സ് വില്ലനായി മാറുന്നത്? ഈ കഴിഞ്ഞ ദിവസം പഠിച്ചതായിട്ടുള്ള പാഠങ്ങളിൽ നിന്ന് ഒരു കാര്യം നമുക്ക് വളരെ വ്യക്തമായിട്ട് മനസ്സിലാക്കാം. സ്ട്രെസ് അഥവാ മാനസിക സമ്മർദ്ദം അത് നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ തന്നെയാണ് ഡെവലപ്പ് ചെയ്യുന്നത്. എന്നുവെച്ചാൽ അത് നമ്മുടെ ചിന്തകളെയാണ് ബാധിക്കുന്നതെന്ന് അർത്ഥം. കാഴ്ചപ്പാട് നമുക്കൊന്ന് ഡിഫൈൻ ചെയ്ത് നോക്കി. നിരന്തരമായിട്ട് പാറ്റേൺ ഓഫ് തോട്ട്സ്, ഒരേ ടൈപ്പ് ചിന്തകൾ നിരന്തരമായി നമ്മളുള്ളിൽ ഒഴുകി വരാൻ തുടങ്ങിക്കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ട് മറ്റൊരു ദിശയിൽ ഒരു കാര്യം സംഭവിച്ചാൽ പോലും നമ്മുടെ മനസ്സ് ഈ ദിശയിൽ മാത്രമേ ചിന്തിക്കാനായിട്ട് സമ്മതിക്കുള്ളൂ. അതുകൊണ്ടാണ് അതിനെ ഒരേ പാറ്റേൺ ഓഫ് തോട്ട്സിൻ്റെ പേരാണ് ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത്. ഒരേ ലെവലിൽ തന്നെ ചിന്തകൾ ഒഴുകിക്കൊണ്ടേയിരിക്കാം. അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് ഇപ്പോൾ ഒരു ചിന്ത വന്നു, കുറച്ച് ദിവസം സമയം കഴിഞ്ഞാൽ വേറൊരു ചിന്ത വന്നു, അത് ഓൾവേസ് ചേഞ്ചിങ് ആണ് എന്നുണ്ടെങ്കിൽ അത് നമുക്ക് പരസ്പര ബന്ധമില്ലാത്ത രീതിയിൽ ചേഞ്ചിങ് ആണെങ്കിൽ അതൊരിക്കലും ഒരു കാഴ്ചപ്പാടിനെ ഡെവലപ്പ് ചെയ്യില്ല. ആ സമയത്ത് എനിക്ക് അങ്ങനെ തോന്നി, കുറച്ച് കഴിഞ്ഞപ്പോൾ എനിക്ക് മനസ്സിലായി അതല്ല എന്ന് പറയും. അതേസമയം അത് നമ്മുടെ മനോഭാവത്തെ അഥവാ നമ്മുടെ കാഴ്ചപ്പാടിനെ ബാധിച്ചിട്ടുണ്ട് എങ്കിൽ ആ കാര്യം എന്ത് തന്നെ മാറ്റങ്ങൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ നോക്കിയാലും തിരിച്ച് വീണ്ടും അവിടേക്ക് തന്നെ ഒരു വന്ന് എത്തും. അത് ഇന്ന കാരണം കൊണ്ടല്ല, ഇങ്ങനെതുകൊണ്ടൊക്കെയാണ്, അതുകൊണ്ട് നിങ്ങൾക്കത് മാറ്റാൻ പറ്റുന്നതേ ഉള്ളൂ, നിങ്ങൾക്കത് ചെയ്യാൻ പറ്റുന്നതേ ഉള്ളൂ എന്നൊക്കെ നമ്മൾ പറഞ്ഞു കൊടുത്തു കൊണ്ടുവന്ന് അവസാനം വന്നെത്തിച്ചാലും അവരുടെ കാഴ്ചപ്പാടിലും അവരുടെ മനോഭാവത്തിലും ആ മാറ്റം അത്രമാത്രം അതിനുള്ള ഒരു അടിയുറച്ചു പോയിട്ടുണ്ടെങ്കിൽ, അഥവാ അത്രയും ഒരു ലെങ്തി പീരീഡിൽ ചില ജീവിത സാഹചര്യങ്ങൾ അങ്ങനെയോ ആയിരിക്കുമല്ലോ. ചിലർ കുറച്ച് നാൾ അങ്ങനെ മോശമായ സാഹചര്യം കഴിഞ്ഞു പോകുന്നവർ, ചിലർ ജീവിതത്തിൽ വർഷങ്ങളോളമായിട്ട് അത്തരം സാഹചര്യങ്ങളിൽ തന്നെ കടന്നു പോയിക്കൊണ്ടിരിക്കുന്നവർ, ഇങ്ങനെ അങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ ഒഴുകുന്നതിൻ്റെ ആധാരത്തിൽ ആ സമയത്ത് നമ്മുടെ മനസ്സിലുണ്ടാവുന്ന ചിന്തകൾ എന്തെന്ന് നമ്മളൊന്ന് പരിശോധിക്കാനും അതിനെ പരിവർത്തനം ചെയ്യാനും വേണ്ട രീതിയിൽ പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്യാനും നമ്മൾ ശ്രദ്ധിച്ചിട്ടില്ല എങ്കിൽ ഒഴുകുന്ന വെള്ളത്തിൻ്റെ ഒപ്പം നമ്മൾ ഒഴുകിയിട്ടുണ്ടായിരിക്കും. ഏത് ടൈപ്പ് ഓഫ് സിറ്റുവേഷനാണോ ആ ടൈപ്പ് തോട്ട്സ് വന്നുകൊണ്ടിരിക്കുന്നുണ്ടാവും. നിരന്തരം നെഗറ്റീവ് ടൈപ്പ് തോട്ട്സ് ആണ് വന്നുകൊണ്ടിരിക്കുന്ന സിറ്റുവേഷൻ ആണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും തോട്ട്സ് ഓട്ടോമാറ്റിക്കലി എന്തേ വരുള്ളൂ, നെഗറ്റീവേ വരുള്ളൂ. അപ്പോൾ നമുക്ക് ഏതൊരു കാര്യത്തിനുള്ളതായിട്ടുള്ള കാഴ്ചപ്പാട് നമ്മുടെ നെഗറ്റീവായിട്ടേ വരുള്ളൂ. അങ്ങനെ ഒരാൾക്ക് നന്നാക്കാൻ വേണ്ടി നിങ്ങൾ എത്ര തന്നെ പറഞ്ഞു കൊടുക്കുകയാണെങ്കിലും അതിൽ നിന്ന് ഒഴിവാവാൻ വേണ്ടിയുള്ള 1000 കാരണം നിങ്ങൾ നിരത്തിയാലും അവർ അതിൽ തന്നെ നിൽക്കാനുള്ളതായിട്ടുള്ള ഏതെങ്കിലും ഒരു കാരണത്തെ കണ്ടെത്തും. അത് സുഖത്തിലാണെങ്കിലും ശരി, ദുഃഖത്തിലാണെങ്കിലും ശരി. ചിലരെ സംബന്ധിച്ചിടത്തോളം അവരുടെ വിശ്രമപ്രിയ സ്വഭാവം ഒരു 80% ആളുകളും എന്തുകൊണ്ടാണ് ഈ ആവറേജ് ലെവൽ ആളുകളായിട്ട് മുന്നോട്ട് പോകണമെന്ന് ചിന്തിച്ചിട്ടുണ്ടോ? കാരണം ഒരു ഘട്ടം കഴിഞ്ഞാൽ പിന്നത്തേതായിട്ടുള്ള ഡെവലപ്മെന്റ് എന്ന് പറഞ്ഞാൽ ആരും അതിനെക്കുറിച്ച് ചിന്തിക്കാൻ പോലും തയ്യാറാവില്ല. അതിൻ്റെ ഇപ്പോൾ ആവശ്യം എന്താ ഉള്ളത്? കഴിഞ്ഞ പോലെ അത്യാവശ്യം ഇത് വരുന്നുണ്ടല്ലോ, ഇതിങ്ങനെ ഉണ്ടല്ലോ, ഇനി കംഫർട്ട്. ആ ഒരു ലെവലിൽ ചിന്തിക്കുന്നതുകൊണ്ടാണല്ലോ ആളുകൾ ആരും ഹൈറ്റ്സിലേക്ക് നമ്മൾ പോവുക, രാവിലെ പോവുക, നമ്മൾ കാര്യം കഴിയുക, വൈകുന്നേരം തിരിച്ചു വരിക, കിട്ടുന്നതുകൊണ്ട് നമ്മൾ സമ്പാദിച്ചാൽ കഴിഞ്ഞു കൂടുക. ഈ ഒരു മനോഭാവം കൊണ്ടാണ് ഒരു മിഡിൽ ക്ലാസ് വരെ എത്താൻ. അത് ഞാൻ പലപ്പോഴും പഠിച്ചു നോക്കുമ്പോൾ എനിക്ക് അത്ഭുതം തോന്നാറുണ്ട്. ഒന്ന് ലോ ലെവലിൽ നിന്ന് മിഡിൽ ക്ലാസ് വരെ ഉയർന്നു വരാൻ വേണ്ടി നല്ല ഹാർഡ് വർക്കായിരിക്കും ചെയ്യാം. ആ മിഡിൽ ക്ലാസ് വരെ എത്തിക്കഴിഞ്ഞാൽ പിന്നെ അവിടെ നിന്ന് ഹൈ ലെവൽ ക്ലാസ്സിലേക്ക് പോകുന്ന നമ്മൾ കാണാറില്ല. എന്താ കാരണം എന്നറിയോ? അവിടെ നമ്മൾ കംഫർട്ട് സോൺ ക്രിയേറ്റ് ചെയ്യും. അതെ, ഈ കംഫർട്ട് സോൺ എന്ന് പറയുന്നത് പോസിറ്റീവും ആവാം നെഗറ്റീവും ആവാം. ഇതിപ്പോൾ നമ്മുടെ ലൈഫിൽ എല്ലാ കാര്യങ്ങളും ഒക്കെ അത്യാവശ്യത്തിനെല്ലാം നടന്നു പോകുന്നുണ്ട് എന്നുള്ള കംഫർട്ട് സോൺ
അത് നമ്മുടെ ആലസ്യം ക്രിയേറ്റ് ചെയ്യുന്ന കംഫർട്ട് സോണാണ്. അതേസമയം എൻ്റെ ഉള്ളിൽ സാഹചര്യങ്ങൾ കൊണ്ട് നെഗറ്റീവ്ലി ഞാൻ വിമർശിക്കപ്പെടുന്ന സാഹചര്യത്തിലോ അല്ലെങ്കിൽ എന്ത് ചെയ്തു കൊടുത്താലും നമുക്കൊരു പോസിറ്റീവായിട്ടൊരു അംഗീകാരം കിട്ടാത്ത സാഹചര്യത്തിലോ അല്ലെങ്കിൽ നിങ്ങൾ എന്ത് ചെയ്താലും അതൊക്കെ നിങ്ങളുടെ കടമയാണ്, കർത്തവ്യമാണ്, അങ്ങനെയുണ്ടല്ലോ ആളുകൾ. നമ്മൾ ചെയ്തു കൊടുക്കുമ്പോൾ അത് നിങ്ങളുടെ കടമയല്ല നിങ്ങൾ ചെയ്യുന്നത്, നിങ്ങളുടെ കർത്തവ്യമല്ല നിങ്ങൾ ചെയ്യുന്നത് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് അതിനെ മാറ്റി വെച്ച് അതിന് മൂല്യം കൽപ്പിക്കാത്ത ആളുടെ ഇടയിൽ ഇങ്ങനെയുള്ളതായിരിക്കുന്ന സാഹചര്യങ്ങളിലൂടെ നിരന്തരമായി കടന്നു പോകുമ്പോൾ അവരതിന് അവനവൻ്റെ തോട്ട്സിനെ മാറ്റാനും അവനവൻ്റെ ഡെവലപ്മെൻറ്റിനും വേണ്ടി പ്രത്യേകം ഒരു എഫേർട്ട് എടുത്തിട്ടില്ല എങ്കിൽ ഞാൻ അണ്ടർലൈൻ ചെയ്യാണ്. കാരണം ഇത്തരം സാഹചര്യങ്ങൾ കടന്നു പോയ ശേഷം വളരെ ഹൈറ്റ്സിൽ പോകുന്ന ആൾക്കാരെ ഞാൻ കാണലുണ്ട്. കാരണം അങ്ങനെ ഒരു സാഹചര്യത്തിൽ കുരുങ്ങി പോകുമ്പോൾ അവർ സ്വയം തിരിച്ചറിയും ഞാൻ ഇങ്ങനൊരു സിറ്റുവേഷനിലൂടെ പോവുകയാണ്, സോ ഐ ഹാവ് ടു ചേഞ്ച്, ഇതെന്നെ ബാധിക്കാതിരിക്കണം, അതിനുവേണ്ടി പഠിക്കണം, അതിനുവേണ്ടി എഫേർട്ട് എടുക്കണം, അതിനുവേണ്ടി ഡെവലപ്മെൻറ്റ് കൊണ്ടുവരണം. അങ്ങനെ ശ്രമിച്ച ആളുകൾ കുറച്ച് ഘട്ടം കഴിയുമ്പോഴേക്കും അവിടുന്ന് ചാടി ഹൈറ്റ്സിലേക്ക് പോയി കഴിഞ്ഞിട്ടുണ്ടായിരിക്കും. അതല്ലാതെ ഇപ്പം എന്ത് ചെയ്യാൻ പറ്റും, നമ്മുടെ ആൾക്കാരൊക്കെ ഇങ്ങനെ ആയിപ്പോയി, എനിക്ക് എന്ത് ചെയ്യാൻ പറ്റും, അധികമുള്ള ഉത്തരം അങ്ങനെയല്ലേ, എന്താ ചെയ്യാൻ, എൻ്റെ ഫാമിലി ഇങ്ങനെയാണ്, എനിക്ക് പിന്നെ എന്ത് ചെയ്യാൻ പറ്റും, ഇങ്ങനെ എനിക്കെന്ത് ചെയ്യാൻ പറ്റും, എനിക്കെന്ത് ചെയ്യാൻ പറ്റും എന്ന വിചാരത്തോടെ മുന്നോട്ട് പോകുന്നവർ സ്ഥിരമായിട്ട് ആ ഒരു പ്രവാഹത്തിലൂടെ പോവാം എന്നല്ലാതെ അവിടെ നിന്ന് മാറാനായിട്ട് ശ്രമിക്കില്ല. അതിൻ്റെ പരിണത ഫലം എന്താ സംഭവിക്കുക, നമ്മുടെ മനസ്സിൻ്റെ ഉള്ളിൽ കണ്ടിന്യൂസ് ആയിട്ടുള്ള ഫ്ലോ നെഗറ്റീവ് അല്ലെങ്കിൽ വേസ്റ്റ് ആയിട്ട് മാറുകയാണ്. അപ്പം അങ്ങനെ ഒരു മനോഭാവം നമ്മുടെ ഉള്ളിൽ വന്നാൽ ഈവൻ ദോ പോസിറ്റീവായിരിക്കുന്ന ഒരുപാട് കാര്യങ്ങൾ ജീവിതത്തിൽ വരാനുള്ള സാഹചര്യങ്ങൾ ഉണ്ടായിരിക്കും. പക്ഷേ ആ കാര്യത്തിന് ഒരു നല്ല കാര്യം എനിക്ക് വരുന്നുണ്ട് എന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിന് നേടാനുള്ളതായിരിക്കുന്ന ഒരു എഫേർട്ട് എടുക്കാൻ പോലും ഇവരെ കൊണ്ട് സാധിക്കില്ല. എല്ലാത്തിനും നെഗറ്റീവായി കാണാൻ മാത്രമേ സാധിക്കുള്ളൂ. എന്ന് വെച്ചാൽ അർത്ഥം ഒരു റിയാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് മാറുമെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാം. ചെറിയൊരു കാര്യമാണെങ്കിൽ പോലും എന്നെ കൊണ്ടൊന്നും പറ്റില്ല, എന്തൊരു കാര്യം പറഞ്ഞാൽ അതെനിക്ക് പറ്റില്ല എന്ന് ആദ്യത്തെ അവരെ ആൻസർ ഉണ്ടായിരിക്കുക റിയാക്റ്റീവ്. അത് പറ്റില്ല. അത് കഴിഞ്ഞ ശേഷം പിന്നെ ആലോചിച്ച് പറഞ്ഞ് മനസ്സിലാക്കി ചിലപ്പോൾ ചെറിയ മാറ്റമൊക്കെ വന്നേക്കാം. പക്ഷെ ഫസ്റ്റ് അവരുടെ ഓട്ടോമാറ്റിക്കലി സംഭവിക്കുന്ന കാര്യമാണ്. അത് കാരണം എന്തുകൊണ്ടാന്ന് വെച്ചാൽ അവരെ നിരന്തരമായിട്ട് ഒഴുകി വന്ന സാധനം നിരന്തരമായിട്ട് ഒരേ ടൈപ്പ് ഓഫ് തോട്ട്സ് വരുമല്ലേ. അപ്പൊ എൻ്റെ ഉള്ളിൽ നിന്ന് വരുന്ന തോട്ട്സ് നെഗറ്റീവ് ആണ് എങ്കിൽ എൻ്റെ പ്രതികരണം സ്വാഭാവികമായിട്ടും നെഗറ്റീവ് ആവുകയല്ലേ ഉള്ളൂ. അപ്പൊ അതുകൊണ്ട് അവരെ നമുക്ക് പെരുമാറുമ്പോൾ ഫസ്റ്റിൽ തന്നെ ചിലപ്പോൾ ആളുകൾക്ക് മടുപ്പ് തോന്നിപ്പോ എന്താ പറഞ്ഞാലും ഇവരതിന് എഗെയിൻസ്റ്റേ ഉണ്ടാവുള്ളൂ, ഈ ഒരു കാര്യത്തിന് സപ്പോർട്ടില്ല, എല്ലാത്തിനും എതിർക്കുള്ളൂ തോന്നിപ്പോ. ആക്ച്വലി അവരങ്ങനെ കടന്നു വന്ന സാഹചര്യങ്ങൾ കൊണ്ട് അവരവനവനെ ശ്രദ്ധിക്കാതെ അതിനുവേണ്ടി എഫേർട്ട് എടുക്കാത്തത് കൊണ്ട് അവർക്ക് നഷ്ടമായി പോയ അവരുടെ പോസിറ്റിവിറ്റിയാണ് അവിടെ കാണപ്പെടുന്നത്. അപ്പോൾ ഇതിൽ ചില ആളുകൾക്ക് പോസിറ്റീവായിട്ട് പറയുന്ന ആളുകൾക്ക് പോലും നമുക്ക് ഉറപ്പ് പറയാൻ പറ്റും അവരുടെ ഉള്ളിൽ പോസിറ്റീവ് തന്നെയാണ് വരുന്നത് ഫസ്റ്റ് എന്ന്. അവരുടെ ഉള്ളിൽ നെഗറ്റീവ് വന്നിട്ടും അവർ ചിലപ്പോൾ പോസിറ്റീവിലേക്ക് കൺവേർട്ട് ചെയ്ത് പറയുന്ന ആയിക്കൂടെ, അങ്ങനെ ആവാലോ. കാരണം നമ്മൾ കൂടുതൽ ആളുകളെയും കാണുന്നത് നെഗറ്റീവ്സ് കാണുന്ന ആളുകളെയാണ് കൂടുതലും കാണുന്നത്. നെഗറ്റീവ് തോട്ടാണ് അധികം ആളുകളും വരുന്നത് കൂടുതലും. ഓട്ടോമാറ്റിക് നമ്മൾ ചിന്തിച്ചാൽ നമുക്ക് മനസ്സിലാവും ഒരു കാര്യം എന്തെങ്കിലും സംഭവിക്കുന്ന ഫസ്റ്റ് തോട്ട് നമുക്കുള്ള നെഗറ്റീവാണ് വരുന്നത്. കാരണം ഈ ലോകത്തിലെ എല്ലാവരും അധികം ആൾക്കാരും ഈ നെഗറ്റീവ് ചിന്തിക്കുന്നതുകൊണ്ടായിരിക്കാം നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അത് കാണുന്നത് മുഴുവൻ അധികം നെഗറ്റീവ് ആയതുകൊണ്ട് നമ്മളെ എഫക്റ്റ് ചെയ്യുന്നുണ്ട്. അപ്പോൾ തീർച്ചയായും നമ്മളുള്ള ആദ്യം തോട്ട് നെഗറ്റീവ് തന്നെ ആയിരിക്കും. ഇനി ചിലർ പോസിറ്റീവ് തോട്ട് പറയുന്ന ആളുകൾ ഉണ്ടാവും സംസാരിക്കുന്ന സമയത്ത്. അപ്പം എൻ്റെ ചോദ്യം ഇതാണ്, ആദ്യം അവരുടെ ഉള്ളിലും ചിലപ്പോൾ നെഗറ്റീവ് തന്നെ ആയിരിക്കും ആദ്യം വന്നിട്ടുണ്ടാവുക, പിന്നെ അവരത് കൺവേർട്ട് ചെയ്യുന്നതാണോ എന്നാണ് ചോദ്യം. അങ്ങനെ പോസിറ്റീവായി പറഞ്ഞ എല്ലാവരുടെ ഉള്ളിലും ആദ്യം നെഗറ്റീവ് ഉണ്ടായി എന്നൊന്നും പറയാനാവില്ല. അതുകൊണ്ട് എന്തെങ്കിലും ബെനിഫിറ്റ് ഉണ്ടോ? അങ്ങനെയും വന്നിട്ടുണ്ടാവാം, പക്ഷെ തീർച്ചയായിട്ടും ബെനിഫിറ്റ് ഉണ്ട്. ഒരു കാര്യം, ഞാൻ എൻ്റെ വാക്കും എൻ്റെ സങ്കല്പം രണ്ടും ഒന്നിപ്പിക്കുമ്പോൾ അതിനൊരു വലിയ ഊർജ്ജമാണല്ലോ ഡെപ്പോസിറ്റ് ചെയ്യുന്നത്. അതേസമയം എൻ്റെ മനസ്സിലാ തോട്ട് വന്നു, അപ്പം എനിക്ക് തിരിച്ച് അവരോട് പോസിറ്റീവായി പറയാൻ പറ്റണം എന്നുണ്ടെങ്കിൽ അയ്യോ അങ്ങനെ പറഞ്ഞാൽ അവർ വിഷമിച്ചേക്കും എന്ന് പറഞ്ഞല്ലോ. അപ്പം നോക്കിയാൽ ആ അറ്റ് സെക്കൻഡിൽ മറ്റുള്ളവർക്ക് വിഷമം വന്നേക്കാം എന്നൊരു പോസിറ്റീവ് തോട്ട് വരുന്നോണ്ടാണല്ലോ അവരത് മാറ്റി പറയുന്നത്. അവരതിനെ അംഗീകരിച്ചില്ലേ, എനിക്ക് തോന്നുന്നുണ്ട് ഇത് അങ്ങനെ ആയിരിക്കില്ല എങ്ങനെയാണെന്ന്, പക്ഷെ എന്നാലും അവരെ വിഷമിപ്പിക്കേണ്ട, അതും ഒരു പോസിറ്റീവ് തോട്ടാണല്ലോ. അപ്പം അതുകൊണ്ട് ആ ഒരു പോസിറ്റീവ് തോട്ട് അവരിൽ നിന്ന് വന്നിട്ടല്ലേ അവർ ആ വാക്ക് പറയുന്നത്. അപ്പോൾ അതിനും അതിൻ്റെതായിട്ടുള്ള എഫക്റ്റ് ഉണ്ട്. ഓക്കെ, അങ്ങനെ മാറ്റം വരുത്തി കഴിഞ്ഞാൽ ഓട്ടോമാറ്റിക് നമ്മളെ ആ ഒരു ആറ്റിറ്റ്യൂഡിൽ ചേഞ്ച് കൊണ്ടുവരാനുള്ള ഒരു ടെക്നിക്കായി മാറ്റാൻ പറ്റും. നമുക്ക് വരുന്ന സമയത്ത് നമ്മൾ കഴിഞ്ഞൊരു ദിവസം നമ്മൾ പറഞ്ഞില്ലേ, തോട്ട്സ് വരുന്ന സമയത്ത് നമ്മൾ അവെയർ ആവണം. നമ്മളൊരു സങ്കല്പം വരുന്ന സമയത്ത് ബോധവാനായിക്കൊണ്ട് നമ്മൾ ചിന്തിക്കുക, ഓക്കെ എനിക്കിതാ ഇങ്ങനെ ഒരു തോട്ട് വരുന്നുണ്ട്, എന്ത് വന്നാലും എനിക്കഥവാ നമുക്ക് നമ്മളെ ചെക്ക് ചെയ്യാനും ഈ പറയുന്ന എല്ലാ ക്ലാസ്സുകളുടെയും ഒരൊറ്റ ലക്ഷ്യം നിങ്ങൾ വേറൊരാളെ ചെക്ക് ചെയ്യാനും വേറൊരാൾക്ക് പറഞ്ഞു കൊടുക്കാനും അല്ല,
നമ്മളെ ചെക്ക് ചെയ്യാനും നമ്മളെ പരിശോധിക്കാനുമാണ്, നമുക്ക് മാറ്റം കൊണ്ടുവരാനാണ്. അപ്പം അതുകൊണ്ട് ഒരു സിറ്റുവേഷൻ ഉണ്ടാകുമ്പോഴത്തേക്കും എൻ്റെ ഉള്ളിൽ നിന്ന് അതിന് റിയാക്റ്റീവായിട്ട് അതിന് പറഞ്ഞതിൻ്റെ ജസ്റ്റ് ഓപ്പോസിറ്റ് ആയിട്ടുള്ള ആൻസർ അല്ലെങ്കിൽ അതിന് സപ്പോർട്ട് ചെയ്യാത്ത ആൻസർ, അത് ശരിയാവില്ലെന്ന് പറയൽ, ഇങ്ങനെയൊക്കെയാണ് എൻ്റെ ഉള്ളിൽ നിന്ന് സ്ഥിരമായി വന്നുകൊണ്ടിരിക്കുന്നുണ്ടെങ്കിൽ, ഞാൻ റിയാക്റ്റീവ് പേഴ്സണാലിറ്റി ആയിട്ട് പ്രതികരിക്കുന്നുണ്ട് എങ്കിൽ ഉടനെ നമ്മളൊന്ന് പോസ് ചെയ്യാനുള്ളതായിട്ടുള്ള സമയം, നമ്മളെ തന്നെ പോസ് ചെയ്യാനുള്ള സമയം, തിരിച്ചു നോക്കുക എന്തുകൊണ്ട്, എന്തേ എൻ്റെ ഉള്ളിൽ നിന്ന് ഇങ്ങനെ വരുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും എൻ്റെ ഉള്ളിനുള്ളിൽ എവിടെയെങ്കിലുമൊക്കെ അങ്ങനെ സ്വയം നമ്മൾ പരിശോധിച്ചാൽ നമുക്ക് കാണാം ഒരുപക്ഷെ നമ്മളെ വേദനിപ്പിക്കുന്ന എന്തെങ്കിലും ഫാക്ടർ, അതല്ലാന്നുണ്ടെങ്കിൽ നമുക്ക് നടക്കാതെ പോയ മോഹം, അതിൻ്റെ മോഹഭംഗത്തിൻ്റെ ഫാക്ടർ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് വേണ്ടതായിട്ടുള്ള പ്രോപ്പറായിട്ടുള്ള റൂട്ട് എന്തെന്ന് കണ്ടെത്താൻ പറ്റാത്തതിൻ്റെ ഫാക്ടർ, ഞാൻ എങ്ങനെ മുന്നോട്ട് പോകണം എന്നെനിക്ക് ക്ലാരിറ്റി ഇല്ലാതാവുമ്പോൾ ഉണ്ടാകുന്ന ഒരു മൂടൽ മഞ്ഞിലകപ്പെട്ടതായിട്ടൊരു വ്യക്തിയെ എല്ലായിടത്തും പോയിട്ട് തപ്പിക്കളിക്കല്ലേ ചെയ്യുക. ഇങ്ങനെയുള്ളതായിരിക്കുന്ന ലൈഫിലെ ഏതെങ്കിലും ഒരു ഫാക്ടർ നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഇങ്ങനെ നമ്മളെ കുത്തിക്കൊണ്ടേയിരിക്കുന്നുണ്ടായിരിക്കും. അതിൻ്റെ ഭാഗമായിട്ടാണ് ആ സ്ട്രെസ്സ്. നമ്മുടെ ഉള്ളിൻ്റെ ഉള്ളിൽ ഒരു കാര്യം നമുക്ക്, നമ്മൾ നേരത്തെ തുടക്കത്തിൽ പറഞ്ഞ് ഓർക്കുന്നില്ല, ഒരു ചെയറിൻ്റെ ഉള്ളിൽ മുള്ളുണ്ടെങ്കിൽ അതിൽ നമുക്ക് ഇരിക്കാൻ പറ്റില്ലെന്ന് പറഞ്ഞ പോലെ നമ്മുടെ ഉപബോധ മനസ്സിൻ്റെ ഉള്ളിൽ വേദനിപ്പിക്കുന്ന ഏതെങ്കിലും ഒരു ഫാക്ടർ നിൽക്കുന്നുണ്ടെങ്കിൽ അവിടെ നിന്ന് ഒരിക്കലും ഒരു പോസിറ്റീവായിരിക്കുന്ന അഥവാ കംഫർട്ടായിരിക്കുന്ന വൈബ്രേഷൻ പ്രൊഡ്യൂസ് ചെയ്യാൻ സാധ്യമല്ല. അതിൻ്റെ പേരാണ് നമ്മൾ ശരിക്കും പറയുന്നത് കാഴ്ചപ്പാടെന്ന് പറയുന്നത്. നിരന്തരമായിട്ട് ആ തോട്ട് വരുന്നു, അതൊരു എനർജിയായിട്ട് നമ്മളൊരാകുന്നു, ഉപബോധ മനസ്സിലൊരു സംസ്കാരമായിട്ട് റെക്കോർഡാകപ്പെടുന്നു. അതുകൊണ്ട് എന്ത് വരുമ്പോഴും അതിൻ്റെ ആധാരത്തിൽ മാത്രം റെസ്പോൺസ് വന്നുകൊണ്ടിരിക്കുന്നു. ഇവിടെ നമ്മളൊരു പോസ് ചെയ്ത് നമ്മുടെ ഉള്ളിലേക്ക് നോക്കി എന്താണ് എൻ്റെ പ്രോബ്ലം. ശരിക്കും ആറ്റിറ്റ്യൂഡ് എന്ന് പറയുന്നത് സ്വഭാവമാണോ? സ്വഭാവം ആറ്റിറ്റ്യൂഡ് ഒന്നാണോ? അല്ല, രണ്ടാണ്. ആറ്റിറ്റ്യൂഡ് ഒരുപാട് സ്വഭാവങ്ങൾ ഉണ്ടാക്കുന്നുണ്ടോ? അങ്ങനെയാണത്? എന്താണ് അതിൻ്റെ ഡിഫറൻസ്? ഒരു നിരന്തരമായൊരു സങ്കല്പധാര മനസ്സിലൂടെ പ്രവഹിച്ചാൽ അതിന് നമ്മൾ പറയും കാഴ്ചപ്പാടെന്ന് പറയും. സ്വഭാവം എന്ന് പറയുന്നത് ആ കാര്യം നമ്മുടെ കർമ്മത്തിൽ കൊണ്ടുവന്ന് കഴിയുമ്പോൾ, അങ്ങനെ ഒരു കാര്യം ഒരു വട്ടം കർമ്മത്തിൽ വന്നുള്ള സ്വഭാവം നമ്മൾ പറയാറില്ല, അത് തെറ്റുപറ്റിപ്പോയി എന്ന് പറയും. അതേസമയം ഒരു പ്രാവശ്യം സംഭവിക്കുമ്പോൾ ശരിയാണെങ്കിലും തെറ്റാണെങ്കിലും പോസിറ്റീവ് ഓർ നെഗറ്റീവും, ആ കാര്യം നെഗറ്റീവ് ആണെങ്കിൽ അതിനെ മാറ്റി പോസിറ്റീവ് ആക്കിയിരിക്കണം, പോസിറ്റീവ് ആണെങ്കിൽ അഗെയിൻ നമുക്കതിനെ റിപ്പീറ്റ് ചെയ്യാം. അങ്ങനെ ഒരു കാര്യം പലതവണ ചെയ്ത് കഴിയുമ്പോൾ അതുകൊണ്ട് നമ്മുടെ ഉള്ളിൽ റെക്കോർഡഡ് ഫയലായിട്ട് അത് സേവ് ചെയ്യപ്പെടും. അങ്ങനെ സേവ് ചെയ്യപ്പെടുന്നതായിട്ടുള്ള ഫയലുകളാണ് നമ്മുടെ സ്വഭാവമായിട്ട് പുറത്തു വരുന്നത്. അത് വർഷങ്ങളോളമാണെങ്കിൽ, ചില കാര്യങ്ങൾ അങ്ങനെയുണ്ടല്ലോ, അത് വർഷങ്ങളോളമായിട്ട് തുടർന്ന് കഴിയുമ്പോൾ അതാണ് സത്യം, അതിൻ്റെ അപ്പുറത്തൊന്നുമില്ല എന്ന് നമ്മുടെ ബോധ മനസ്സ് സ്വീകരിച്ചു കളയും. അതിൻ്റെ പേരാണ് സംസ്കാരം. ആ സംസ്കാരത്തിൻ്റെ ലെവലിൽ വരെ എത്തിക്കഴിഞ്ഞാൽ മാറ്റാൻ ഭയങ്കര പ്രയാസമാണ്. കാരണം അത് ഓരോ പ്രാവശ്യം നമ്മൾ മാറ്റാൻ പറയുമ്പോഴും ഉള്ളിൽ നിന്നതായിട്ട് എനർജി പറയും അതല്ല ഇത് തന്നെ സത്യം, ഇത് തന്നെ സത്യം എന്ന് പറയും. കാരണം അതിന് ശരിയും തെറ്റും പോലും തിരിച്ചറിയാൻ പറ്റില്ല. പലപ്പോഴും നമ്മൾ കണ്ടിട്ടില്ലേ, തെറ്റ് ചെയ്യുന്ന ആളുകൾ അവർ തെറ്റാണ് ചെയ്യുന്നത്, അവർക്ക് അറിയുകയും ചെയ്യാതെ തെറ്റാണ്, പക്ഷെ ആ തെറ്റിനെ അവരുടെ ശരിയെന്ന് മാനിച്ചുകൊണ്ട് അവർ തെറ്റ് ചെയ്ത് കഴിയുമ്പോൾ അവരുടെ ഉറക്കം പോലും വളരെ കംഫർട്ടായിട്ട് ഉറങ്ങുന്നത് കാണും. നമുക്ക് അത്ഭുതം തോന്നി, ഇപ്പോൾ ഇങ്ങനെയൊക്കെ ചെയ്തിട്ട് ഇവർക്ക് എങ്ങനെ സുഖമായിട്ട് ഉറങ്ങാൻ പറ്റുന്നത്? നമ്മുടെ കയ്യിൽ നിന്നെങ്കിലും തെറ്റ് പറ്റിക്കഴിഞ്ഞാൽ എൻ്റെ മനസ്സ് ഡിസ്റ്റർബ്ഡ് ആവുന്നു, രാത്രി ഉറക്കം പോലും ശല്യമാവപ്പെടും, കാരണം നമ്മൾ തെറ്റ് ചെയ്തു പോയി എന്നുള്ള ഫീല്. ഇവർ 100% തെറ്റ് ചെയ്തിട്ട് അത്രയും കംഫർട്ടായിട്ട് സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നത് എങ്ങനെ പറ്റുന്നു ചോദിച്ചു പോകും. കാരണം ഇവിടെ സംഭവിക്കുന്ന അവരുടെ ഉപബോധ മനസ്സ് നിരവധി തവണ ചെയ്തപ്പോൾ അതാണ് ശരിയെന്നും മറ്റു തെറ്റ് എന്നും അത് സ്വീകരിച്ചു വെച്ച് കഴിഞ്ഞു. ചിലര് കളവ് പറയുന്നുണ്ട്, നമ്മൾ സത്യമാണോ പറയുന്നത്, അങ്ങനത്തെ ആൾക്കാരുണ്ട്. പല നെഗറ്റീവായിട്ടുള്ള ക്യാരക്ടേഴ്സും ആ രീതിയിലുണ്ട്. എന്നിട്ട് അവർ ചെയ്യുന്ന പണി ഇവർ സ്വസ്ഥമായിട്ട് ഉറങ്ങുന്നതാണ്. അപ്പം നമ്മൾ വിചാരിച്ചു പോകും, കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അതാണ് ശരിയെന്ന്, തെറ്റിനെ ശരി എന്ന് അവർ ബോധ്യപ്പെടുത്തി കഴിഞ്ഞൊരു ബോധ മനസ്സിനെ അവിടെ സംസ്കാരമായിട്ട് ഉറച്ചു. സ്വഭാവം വേറെ, സംസ്കാരം വേറെ. അതെ, സംസ്കാരം അതിഗാഠമായിട്ട് ഉറച്ച സാധനം. കുറച്ചും കൂടെ ഈസിലി ചേഞ്ചിങ് ആണ്. മീൻസ് ചില സാഹചര്യങ്ങൾ കൊണ്ട്, ഇപ്പോൾ ഉദാഹരണം പറഞ്ഞ് ചില കൂട്ടുകെട്ടിൽ പെട്ടിട്ട് ചില കുട്ടികൾക്ക് മദ്യപിക്കുന്ന സ്വഭാവം ഉണ്ടായിട്ടുണ്ടാവാം, അല്ലെങ്കിൽ എന്തെങ്കിലും വേണ്ടാത്ത ദുശ്ശീലങ്ങൾ എന്തെങ്കിലുമൊക്കെ വന്നിട്ടുണ്ടെങ്കിൽ അത് അവർക്ക് നല്ല സംഘത്തിലേക്ക് കൊണ്ട് മാറ്റുമ്പോൾ പേരൻസ് അവർ തിരിച്ചറിയുന്ന കുട്ടി ഇതാ ഇങ്ങനെ ഒരു ദുശ്ശീലം വന്നെന്ന് മനസ്സിലാക്കുന്നു. നല്ല സംഘങ്ങളിലേക്ക് അവരെ കൊണ്ടുപോകുമ്പോൾ അവർക്ക് അത്തരം നല്ല കാര്യങ്ങൾ കേൾക്കാനും വായിക്കാനും പഠിക്കാനും അവർക്ക് ആ ഒരു സ്നേഹവും ആ ഒരു വാത്സല്യവും ഒക്കെ കിട്ടിക്കഴിഞ്ഞ് കഴിയുമ്പോൾ ഇത് എന്ന് വെച്ച് പറഞ്ഞ പോലെ പോകാറുണ്ട് അല്ലേ. കാരണം എന്തുകൊണ്ടാണെന്ന് വെച്ചാൽ അത് ആ ഒരു താൽക്കാലികമായിട്ടുള്ള സമയം കൊണ്ട് അവരുള്ളിൽ ഡെവലപ്പ് ചെയ്യപ്പെട്ടു പോയതായിരിക്കുന്ന നെഗറ്റീവായിരിക്കുന്ന ക്യാരക്ടർ മാത്രമാണ്. അതിനെ നമുക്ക് മാറ്റാനായിട്ട് എളുപ്പമാണ്.
അതേസമയം വർഷങ്ങളായിക്കൊണ്ടൊരു കാര്യത്തിന് അടിമയായി കഴിഞ്ഞാൽ ഇതേ കാര്യം തന്നെ മാറാതെ നിൽക്കുന്നതും കാണാറുണ്ടല്ലോ. മദ്യപാനാണെങ്കിലും അല്ലെങ്കിൽ മയക്കുമരുന്നാണെങ്കിലും സംഘദോഷത്തിൻ്റെ മറ്റു ദുശ്ശീലങ്ങളാണെങ്കിലും ചിലരിൽ നിന്ന് എത്ര മാറ്റാൻ ശ്രമിച്ചായിട്ടും മാറ്റാൻ പറ്റാതിരിക്കുന്നതും കാണുന്നുണ്ടല്ലോ. ബിക്കോസ് അവരതിന് അത്രമാത്രം അവരുടെ സംസ്കാരത്തിലേക്ക് ഉറയ്ക്കും വിധം ആ തെറ്റ് ആവർത്തിച്ച് ചെയ്ത് അത് ശരി എന്നവരുടെ ഉപബോധ മനസ്സിനെ ബോധ്യപ്പെടുത്തിയിരിക്കുന്നു. അപ്പം എൻ്റെ മനസ്സിൻ്റെ ബോധ മനസ്സിലും ഉപബോധ മനസ്സിലും ഞാൻ എന്ത് ശരി അംഗീകരിച്ചിട്ടുണ്ടോ, എന്താണ് എൻ്റേത് സത്യം എന്ന് ഞാൻ ഉൾക്കൊണ്ട കാര്യം, അത് ഒറിജിനലായിരിക്കുന്ന സത്യമാണോ ശരിയാണോ എന്നുള്ളത് സെക്കൻഡ് ഫാക്ടർ. പക്ഷെ ഞാനതിനെ ഉൾക്കൊണ്ടതായിട്ടുള്ള ശരി എന്താണോ, ഞാൻ ഉൾക്കൊണ്ടതായിരിക്കുന്ന സത്യം എന്താണോ, അതിൻ്റെ ആധാരത്തിലായിരിക്കും എൻ്റെ മനോഭാവം ഡെവലപ്പ് ചെയ്യപ്പെടുന്നത്. ആ മനോഭാവം എഗെയിൻ അതേ ടൈപ്പായിട്ടുള്ള ഫീലിംഗ്, അതേ ടൈപ്പ് അനുഭൂതി, അതേ ടൈപ്പായിട്ടുള്ള അനുഭവങ്ങൾ നമ്മുടെ ലൈഫിൽ കൊണ്ടുവന്നുകൊണ്ടിരിക്കുകയും ഇതിനെ കുറേയും കൂടെ ഇറ്റ് ഈസ് ട്രൂത്ത് എന്ന് പറഞ്ഞുകൊണ്ടതിനെ അടിച്ചുറപ്പിക്കും. ഈ സംസ്കാരവും ഈ പറയുന്ന ആറ്റിറ്റ്യൂഡും തമ്മിൽ ചെറിയൊരു ബന്ധം തീർച്ചയായിട്ടും. കാരണം മനസ്സിലെ സങ്കല്പമാണല്ലോ അതിൻ്റെ ബേസ്. അപ്പം എൻ്റെ ലൈഫിൽ ഒരു പ്രത്യേക സിറ്റുവേഷനിലൂടെ ഒരു ടൈപ്പ് ഓഫ് തോട്ട് വന്നിരിക്കുന്നു. ആ തോട്ട് നമ്മൾ ആദ്യം മാറ്റേണ്ടത് അവിടെയാണ്. കാരണം വിത്ത് അതാണ്, സങ്കല്പമാണ്. അപ്പോൾ ആ സങ്കല്പത്തിൻ്റെ നെഗറ്റീവ് ഓർ പോസിറ്റീവ് എന്ന് മാറ്റി ചിന്തിച്ചുകൊണ്ട് നമ്മൾ ഡെയിലി ചെക്ക് ചെയ്ത് ഇന്നത് നെഗറ്റീവാണെന്ന് മനസ്സിലാകുമ്പോൾ അതിന് ഫുൾ സ്റ്റോപ്പ് ഇട്ട് ഇനി വരില്ലെന്ന് ദൃഢനിശ്ചയം ചെയ്ത് അതിൻ്റെ ഓപ്പോസിറ്റ് ആയിരിക്കുന്ന പോസിറ്റീവ് തോട്ടിനെ ക്രിയേറ്റ് ചെയ്യാൻ വേണം. ഇത് വരില്ല എന്ന് പറയുമ്പോൾ മനസ്സൊരിക്കലും കാലിയായി വെക്കാറില്ല. നമ്മൾ പറയാറില്ലേ, കാലി മനസ്സ് ചെകുത്താൻ്റെ വീടെന്ന് പറയാറുണ്ട്. അപ്പോൾ എനിക്കിത് വേണ്ട എന്ന് നിശ്ചയിച്ചത് കൊണ്ട് മാത്രം നമുക്ക് മാറ്റാൻ കഴിയില്ല. ഇത് വേണ്ടാന്ന് നിശ്ചയിക്കുമ്പോൾ പകരം ഞാൻ അവിടെ എന്ത് കൊണ്ടുവരണം എന്നതുകൂടി നമ്മൾ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരിക്കണം, അഥവാ പ്ലാൻഡ് ആയിരിക്കണം. അപ്പം നമുക്ക് ആ നെഗറ്റീവിനെ മാറ്റി അവിടെ പോസിറ്റീവിനെ ഫില്ല് ചെയ്യാൻ പറ്റും. അങ്ങനെ ആ ഒരു ബേസ് ആയിരിക്കുന്ന തോട്ടിൻ്റെ പാറ്റേണിൽ തന്നെ വേണം ചേഞ്ച് കൊണ്ട്. അതുകൊണ്ടാണ് പോസിറ്റീവായിരിക്കുന്ന സ്റ്റഡി, സത്സംഗങ്ങൾ, മെഡിറ്റേഷൻ ഇതൊക്കെ വളരെയധികം എഫക്റ്റീവ് എന്ന് പറയാൻ കാരണം. അതൊരു ദിവസം കൊണ്ടല്ല, നിരന്തരമായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള സ്റ്റഡി നടത്തുമ്പോൾ നിരന്തരമായിട്ട് തോട്ട് കൊടുത്തുകൊണ്ടിരിക്കുകയാണല്ലോ. നമ്മൾ അതിനെക്കുറിച്ച് ചേൺ ചെയ്യുന്ന സമയത്ത് അത് തന്നെ നമ്മുടെ ഉള്ളിൽ പിന്നെയും തോട്ട് അറിഞ്ഞുകൊണ്ട് വേണം ആദ്യം നമുക്ക് ചെയ്യാൻ. ഇതിലൊരു ചേഞ്ച് എന്ന് പറയുന്നത് അതൊക്കെ ആദ്യത്തിൽ നമ്മൾ ചെയ്യേണ്ട കാരണമാണ്. ഒരു പ്രാവശ്യം ഫസ്റ്റ് സ്റ്റേജ് കൊണ്ട് പറ്റില്ല, പക്ഷെ നിരന്തരമായി അറിഞ്ഞുകൊണ്ട് പോസിറ്റീവ് തോട്ട്സ് ക്രിയേറ്റ് ചെയ്ത് പ്ലാൻ ചെയ്ത് ആ ഒരു എനർജി പ്രൊഡ്യൂസ് ചെയ്യാൻ സാധിച്ചാൽ നിരന്തരമായിട്ട് ചെയ്ത് കഴിയുമ്പോൾ അത് ആദ്യം നമ്മുടെ സ്വഭാവത്തിൽ മാറ്റം വരാൻ തുടങ്ങും. കാരണം ചെയ്യാൻ പോകുമ്പോഴത്തേക്കും വേണ്ട എന്ന് നമ്മുടെ ഉള്ളിൽ തന്നെ പറയും. ആ വേണ്ട എന്നുള്ള വിളി കേൾക്കാനുള്ള ശക്തി നമ്മൾ ആർജിച്ചിട്ടുണ്ട് എങ്കിൽ തന്നെത്താൻ നമ്മൾ ശരി ചെയ്യുമെങ്കിൽ അത് നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ പ്രഭാവം ഉണ്ടാക്കും. നമ്മുടെ സംസ്കാരത്തിൻ്റെ ഉള്ളിൽ മാറ്റം കൊണ്ടുവരാൻ പറ്റും. പക്ഷേ ഇതൊരു പ്രോസസ്സ് എന്ന് പറയുന്നത് വിത്തിൻ 1 day പ്രോസസ്സ് അല്ല, അല്ലെങ്കിൽ 1 week പ്രോസസ്സ് അല്ല, അല്ലെങ്കിൽ 21 days പ്രോസസ്സ് എന്നും ഞാൻ പറയില്ല. ഒരു മനുഷ്യൻ തൻ്റെ ജീവിതത്തിൻ്റെ സംസ്കാരത്തിൻ്റെ പരിവർത്തനം എന്ന് പറയുന്നത് നിരന്തരമായി ചെയ്തുകൊണ്ടിരിക്കേണ്ടതാണ്. ആ സംസ്കാരം ഉണ്ടാക്കാനെടുത്ത കാലത്തിനേക്കാൾ കൂടുതൽ ഒരു പക്ഷേ മാറ്റാൻ ഇനി മാറ്റി വരുന്നു ആണെങ്കിൽ പോലും നമ്മൾ പോസിറ്റീവായിരിക്കുന്ന ഒരു കാര്യത്തെ മെയിൻറ്റെയിൻ ചെയ്യണമെങ്കിൽ അതിന് അറ്റൻഷൻ വെരി ഇമ്പോർട്ടൻ്റ് ആണ്. കാരണം നെഗറ്റീവ് വളരെ വേഗം ഇന്നത്തെ ലോകത്തിൻ്റെ അവസ്ഥ അങ്ങനെയാണല്ലോ. അതുകൊണ്ട് വളരെ വേഗത്തിൽ നെഗറ്റീവ് നമ്മുടെ ഉള്ളിൽ കയറിക്കൂടും. പോസിറ്റീവ് കൊണ്ടുവരണമെങ്കിൽ ഓൾവേസ് അറ്റൻഷൻ. തീർച്ചയായും. പക്ഷെ നമ്മുടെ ഈ എപ്പിസോഡിൻ്റെ സമയം ഇവിടെ കഴിയാണ് സിസ്റ്റർ. നമുക്ക് ഇനിയും ഒരുപാട് കാര്യങ്ങൾ ഈ ആഴത്തിൽ നമുക്ക് അറിയാനുണ്ട്. ആറ്റിറ്റ്യൂഡിനെ കുറിച്ച്, ആറ്റിറ്റ്യൂഡ് ഞാൻ മനസ്സിലാക്കിയെടുത്തോളം ആറ്റിറ്റ്യൂഡാണ് ഒരു മനുഷ്യൻ്റെ ലൈഫിൽ ഏറ്റവും അവനെ ലീഡ് ചെയ്യുന്നൊരു സാധനം. അത് കറക്റ്റ് ആക്കാൻ സാധിച്ചാൽ. ഞാനൊരു കാര്യം കേട്ടിട്ടുണ്ട്, ലക്കും ആറ്റിറ്റ്യൂഡും എന്നുള്ളതിനെ കുറിച്ചിട്ട്. നമ്മൾ ആൽഫബറ്റ് ഓർഡറിൽ എക്ക് 1 ബിക്ക് 2 അങ്ങനെ നമ്മൾ മാർക്ക് കൊടുക്കുകയാണെങ്കിൽ ലക്ക് 50% ആവുള്ളൂ, ആറ്റിറ്റ്യൂഡ് 100% ആണ്. അപ്പോൾ ലക്കിനേക്കാളും എപ്പോഴും നമ്മൾ ആറ്റിറ്റ്യൂഡാണ് ചേഞ്ച് ചെയ്യണം. അപ്പോൾ എല്ലാ ലക്കും നമ്മളെ കൂടെ വന്നോളും. അപ്പോൾ എന്തായാലും ഈ എപ്പിസോഡിൽ ഞങ്ങൾക്കിപ്പോൾ തന്ന അറിവ് അത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്, വളരെ ആവശ്യകരമായ ഒരു അറിവാണ്. അതിന് ഒരുപാട് നന്ദി. പക്ഷേ എങ്കിലും ഇനിയും നമുക്ക് ഒരുപാട് കാര്യങ്ങൾ സിസ്റ്റർ കയ്യിൽ നിന്ന് കിട്ടാനുണ്ട്. അപ്പോൾ ആറ്റിറ്റ്യൂഡ് എന്ന ഈ ഒരു കാര്യത്തിൽ നമുക്ക് ഇനിയും ഒരുപാട് യാത്ര ചെയ്യാനുണ്ട്. അപ്പോൾ എന്തായാലും ഞങ്ങളെ ഈ യാത്രയിൽ ഞങ്ങൾക്കിപ്പോൾ ഒരുപാട് എപ്പിസോഡ്സായ സിസ്റ്റർ ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞു തന്നു. ഇന്ന് നമ്മൾ ആറ്റിറ്റ്യൂഡിലെത്തി നിൽക്കുകയാണ്. പക്ഷേ ഇത്രയും ഗഹനമായ അറിവ് ഇതിൻ്റെ പര്യവസാനത്തിലേക്ക് നമ്മൾ എത്തുമ്പോഴേക്കും ഒരു മനുഷ്യൻ്റെ ഉള്ളിൽ എന്തെല്ലാം മാറ്റങ്ങൾ സംഭവിക്കണോ അതെല്ലാം നമ്മൾ സ്ട്രെസ്സിനെ പറ്റിയാണ് തുടങ്ങിയെങ്കിൽ പോലും ഒരു മനുഷ്യൻ എന്തെല്ലാം വേണോ അതെല്ലാം ഈ ഒരു പ്രോഗ്രാമിൽ വന്നു കഴിഞ്ഞു എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത്. അതിന് സിസ്റ്ററോട് നന്ദി പറഞ്ഞാൽ ഒരു വാക്കതിന് എനിക്കറിയില്ല, എങ്കിലും ഔപചാരികമായിട്ട് വളരെയധികം നന്ദി. ഓം ശാന്തി. ആറ്റിറ്റ്യൂഡ് മേക്സ് മാൻ പെർഫെക്റ്റ് എന്നൊരു ആപ്തവാക്യം നമ്മൾ കേട്ടിട്ടുണ്ട്. ഒരുപക്ഷെ
ഈ പ്രോഗ്രാം അതിനെ ഊട്ടിയുറപ്പിക്കുന്ന ഒന്ന് തന്നെയാണ്. ഇനിയും നല്ല രീതിയിൽ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ സാധിച്ചാൽ നമ്മുടെ ജീവിതത്തിൽ നമുക്ക് ഏത് ആറ്റിറ്റ്യൂഡും ക്രിയേറ്റ് ചെയ്യാനും ഓൾറെഡി ഉള്ള ആറ്റിറ്റ്യൂഡിനെ മാറ്റാനും സാധിക്കും. അതിനുവേണ്ടി ഞങ്ങളോടൊപ്പം യാത്ര ചെയ്യണം. അടുത്ത എപ്പിസോഡിൽ കാണും വരെ നന്ദി, നമസ്കാരം. ദിവസം തോറും ജീവിത വിജയങ്ങൾക്ക് വെളിച്ചം വീശുന്ന പുത്തൻ വീഡിയോകൾക്കായി ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ. നോട്ടിഫിക്കേഷൻ ലഭിക്കുന്നതിനായി ബെൽ ഐക്കൺ ക്ലിക്ക് ചെയ്യൂ. ഒപ്പം ഞങ്ങളുടെ ഫേസ്ബുക്ക്, ട്വിറ്റർ, ഇൻസ്റ്റാഗ്രാം പേജുകൾ ഫോളോ ചെയ്യൂ. നന്ദി.